ജി സുധാകരൻ എസ് എഫ് ഐയുടെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു വേദന ഉണ്ടാകും എസ് എഫ് ഐയിലെ ഈ പുഴുക്കുത്തുകൾ. അഷ്റോയൊക്കെ പിടിച്ച് പുറത്താക്കിയെങ്കിലും എസ് എഫ് ഐയിലെ പുതിയ നേതാക്കൾ കളങ്കരഹിതരാണോ എന്ന് ചോദിച്ചാൽ കളങ്കിതരാണ്, പലരും കുറ്റക്കാരാണ്, കള്ളന്മാരാണ് എന്ന തിരിച്ചറിവ് ജി സുധാകരനുണ്ട്. കാരണം ആലപ്പുഴയിൽ നിന്നാണ് പുതിയ പ്രസിഡന്റ് എം ശിവപ്രസാദ്. ആദ്യത്തെ പ്രസിഡന്റ് ജി സുധാകരനായിരുന്നു. അതിനുശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ആലപ്പുഴയിൽ നിന്ന് എം ശിവപ്രസാദ് വരുന്നത്. അപ്പോൾ ആലപ്പുഴയിലെ ഒരു നേതാവ് എ അക്ഷയ് എന്ന് പറയുന്ന ഒരു എസ് എഫ് ഐ പ്രവർത്തകൻ നേതാവ് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് എഴുതി. അക്ഷയ് എഴുതി, എന്താണ്, എനിക്ക് ശേഷം വേറെ ആരുമില്ല, എനിക്ക് ശേഷം മറ്റാരും വരാൻ പാടില്ല എന്ന തരത്തിൽ മർക്കടമുഷ്ടിയുമായി നിൽക്കുന്ന ചില നേതാക്കളുണ്ട്, അവർക്ക് മുന്നിൽ ഞാനിത് സമർപ്പിക്കുകയാണ്. ഒരു പക്ഷേയെങ്കിൽ അത് ജി സുധാകരനെ ഉന്നം വച്ചായിരിക്കും. കാരണം എന്താണ്, ആലപ്പുഴയിൽ നിന്ന് മറ്റൊരു നേതാക്കളും എസ് എഫ് ഐയിൽ വരരുത്, എൻ്റെ കാലത്തിന് ശേഷം വരണമെങ്കിൽ വല്ലവരും വന്നോട്ടെ, അതുവരെ ഞാൻ തന്നെ ആയിരിക്കണം ആലപ്പുഴയിൽ നിന്ന് എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റായ വ്യക്തി എന്ന അഹങ്കാരം എനിക്കിരിക്കട്ടെ എന്ന് ജി സുധാകരൻ ധരിച്ചിരുന്നിരിക്കാം എന്ന തെറ്റിദ്ധാരണയിൽ നിന്നാകാം ഒരുപക്ഷെ അക്ഷയ് ഇത് എഴുതിയത്. അല്ലെങ്കിൽ അങ്ങനെ ജി സുധാകരൻ ധരിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ജി സുധാകരൻ കളങ്കരഹിതനായ ഒരു CPM നേതാവാണ്. 60 വർഷത്തോളം പ്രവർത്തന പാരമ്പര്യമുള്ള നേതാവാണ്. അദ്ദേഹത്തെ ഇപ്പോൾ മുതിർന്ന നേതാവാണ് എന്ന് പറഞ്ഞ് കോർണർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവ പാരമ്പര്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് പാർട്ടി ആവശ്യപ്പെടും. അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവ പാരമ്പര്യവും അനുഭവ സമ്പത്തുമൊക്കെ പാർട്ടി ഉപയോഗപ്പെടുത്തുമെന്ന് പാർട്ടി പലതവണ പറയുമെങ്കിലും അദ്ദേഹത്തെ സംസ്ഥാന സമ്മേളന വേദിയിലേക്ക് ക്ഷണിക്കുകയോ സെമിനാറുകളിൽ പോലും പങ്കെടുപ്പിച്ചില്ല എന്നത് ഖേദകരമായ ഒരു കാര്യമാണെന്ന് പൊതുവെ അടക്കം പറച്ചിലല്ല, പുരപ്പുറത്ത് കയറി മൈക്ക് വെച്ചും കോളാമ്പി വെച്ചുമൊക്കെ പാർട്ടി പ്രവർത്തകർ തന്നെ അനൗൺസ് ചെയ്ത് നടക്കുന്നുണ്ട്. ആ സമയത്താണ് ഇതാ ഒരു കവിത വരുന്നു. ഈ അടുത്താണല്ലോ തിരുവനന്തപുരത്ത് എസ് എഫ് ഐയുടെ സംസ്ഥാന സമ്മേളനം സമാപിച്ചത്. പുതിയ ഭാരവാഹികളെയൊക്കെ തിരഞ്ഞെടുത്തു. വിപ്ലവ നേതാവായ ആർഷോയൊക്കെ പിടിച്ച് പുറത്താക്കി. ചാണകവെള്ളമൊക്കെ തളിച്ച് പ്രസ്ഥാനത്തെ പൊടിതട്ടിയൊക്കെ പുറത്തെടുത്തു എന്നാണ് കരുതിയത്. പിണറായി വിജയൻ്റെ ഗംഭീര പ്രസംഗമൊക്കെ നടന്നിരുന്നു. കറകളഞ്ഞ പ്രസ്ഥാനമാണ്, ഏകദേശം 35ഓളം രക്തസാക്ഷികൾ എസ് എഫ് ഐക്കുണ്ട്. അതിൽ ഭൂരിഭാഗം ആളുകളെയും, അതിൽ ഒരു 10-20 ആളുകളെ കൊന്നത് KSUക്കാരും കോൺഗ്രസ്സുകാരുമാണെന്ന് നിയമസഭയിൽ തന്നെ പിണറായി വിജയൻ പറഞ്ഞു. അതിൽ ഒരു വിദ്യാർത്ഥിയെ പോലും എസ് എഫ് ഐ പ്രവർത്തകർ കൊന്നതായി ചരിത്രത്തിലില്ല, പോലീസ് റിപ്പോർട്ടിലില്ല, FIRകളില്ല എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. അത് ഒരുപക്ഷെങ്കിൽ അത് വാസ്തവം തന്നെയാണ്. അങ്ങനെ എസ് എഫ് ഐ പ്രവർത്തകർ അങ്ങനെ ഒരു അക്രമ സംഭവങ്ങൾ എസ് എഫ് ഐ പ്രവർത്തകരുടെ തലയിൽ കുറ്റം ആരോപിക്കപ്പെടുന്ന തരത്തിലൊരു കേസൊന്നുമില്ല. മുമ്പ് ABVP പ്രവർത്തകരെ കല്ലെറിഞ്ഞു കൊന്നു എന്ന കേസുകളുണ്ടെങ്കിലും അത് എസ് എഫ് ഐക്കാരായിരുന്നില്ല എന്നൊക്കെയാണ് പിന്നീട് അതിൻ്റെ അന്വേഷണത്തിലൊക്കെ തെളിഞ്ഞു വന്നത്. അതൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ പ്രസംഗിച്ചത് എന്നതും വസ്തുതയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അത് പാർട്ടിയും പാർട്ടിയുടെ നേതാക്കളും പറഞ്ഞത്. ഈ എസ് എഫ് ഐ കാര്യം ഞാൻ പറഞ്ഞു. ജി സുധാകരൻ പറഞ്ഞത് അദ്ദേഹം വേദനയോടുകൂടി അദ്ദേഹത്തിന് കവിതയുടെ കുറച്ച് അസുഖമുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഈ ഇടയ്ക്ക് അസുഖം ബിന്ദുവിനും തുടങ്ങിയിട്ടുണ്ട്. ബിന്ദു കുറെ കൂടി ജി സുധാകരൻ്റെ കവിതയെ അപേക്ഷിച്ച് കുറെ കൂടി മെച്ചപ്പെട്ട കവിത എന്നാണ് എനിക്ക് തോന്നുന്നത്. ജി സുധാകരൻ്റെ കവിതയൊക്കെ വളരെ പെരിഫറലായിട്ട് ഉപരിപ്ലവമായിട്ട് പെട്ടെന്ന് വായിച്ചാൽ ഏത് കുട്ടിക്കും മനസ്സിലാകുന്ന തരത്തിലാണ്. അതിനകത്ത് ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല. വളരെ ഓപ്പണായിട്ടാണ് എഴുതിയിരിക്കുന്നത്. എങ്ങനെയാണ്, ഞാൻ നടന്നു പഠിച്ച വിപ്ലവ കലാപ്രസ്ഥാനം കുറ്റക്കാരാൽ നിറയാൻ തുടങ്ങുന്നു. വളരെ ക്ലിയറാണ്. പിന്നെന്താണ്, ചില യുവതയിലെ കുന്തവും കൂടോത്രവും എന്നാണ് കവിതയുടെ പേര് തന്നെ. കുന്തവും കൂടോത്രവും ആരാണ് പ്രയോഗിച്ചത്? സജി ചെറിയാനാണ് പ്രയോഗിച്ചത്. അതിനകത്ത് സജി ചെറിയാൻ ഒരു കുത്തൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെ പ്ലെയിനായിട്ട് പറയണം, കുറ്റക്കാരാൽ നിറയുകയാണ്, കെട്ടിപ്പിടിക്കാൻ വരുന്നവന്മാരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് പറയുന്നത്. കള്ളന്മാർ, ചെറ്റകളും കള്ളന്മാർക്ക് കഞ്ഞി വെച്ചവന്മാരുമാണ് ഇരിക്കുന്നത്. വളരെ വാസ്തവമാണ്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ SFI എന്നൊക്കെ പറയുമ്പോൾ അവിടെ PSC പരീക്ഷ വരെ കോപ്പി അടിച്ച് എഴുതിയവരുണ്ട്. മാൽ പ്രാക്ടീസ് നടത്തി 1ാം റാങ്കൊക്കെ കരസ്ഥമാക്കിയവരുണ്ട്. അവിടെ പരീക്ഷ നടത്തി അതിൻ്റെ റെയ്ഡ് ചെയ്യാൻ പോയപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ഉത്തരക്കടലാസ് ഉൾപ്പെടെ അവിടെ ഇരിപ്പുണ്ട്, വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തത്. അതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ മാൽ പ്രാക്ടീസ് നടത്തുന്നവരും കള്ളന്മാരും കള്ളന് കഞ്ഞി വെച്ചവനും ഒക്കെ SFI പ്രസ്ഥാനത്തിലുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ SFIയിലുള്ളതുകൊണ്ട് ആ പുഴുക്കുത്ത് മാറ്റാൻ വേണ്ടി വേദനയോടുകൂടി എഴുതിയതെന്നാണ് ജി സുധാകരൻ പറയുന്നത്. എന്നിട്ട് ജി സുധാകരനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആക്രമണങ്ങളും വരുന്നുണ്ട്. SFI അധിക്ഷേപിക്കാൻ വേണ്ടി എഴുതിയതാണ് എന്ന് ഒരു കൂട്ടർ, വിമതനായി മാറുകയാണ് സുധാകരൻ എന്ന് ഒരു കൂട്ടർ വാദിക്കുമ്പോൾ സുധാകരൻ പറഞ്ഞു, ഞാൻ വിമതനല്ല, എൻ്റെ വേദന കൊണ്ട് എഴുതിപ്പോയതാണ്. SFIയിൽ കുറേ പുഴുക്കുത്തുകളുണ്ട്, അവന്മാരെ കുറിച്ചാണ് ഇത് എഴുതിയത്, SFIയെ നന്നാക്കാൻ വേണ്ടി എഴുതിയതാണ്, വേണമെങ്കിൽ അങ്ങനെ വായിച്ചാൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് വാസ്തവമാണ്. കുറേ പുഴുക്കുത്തുകൾ SFIയിലുണ്ട്. യുവമാരെ മുഖ്യമന്ത്രി അന്ധമായി അങ്ങോട്ട് പുകഴ്ത്തി കഴിഞ്ഞാൽ യുവമാരെന്ത് ചെയ്യും? പുരപ്പുറത്ത് കയറിയിരുന്ന് കൊട്ടും കലാശവും കാണിക്കുമെന്നതിൽ ഒരു തർക്കവും വേണ്ട. ഇവരെ
കയറൂരി വിട്ട് കഴിഞ്ഞാൽ, ഇങ്ങനെ പ്രശംസിച്ച് വിട്ട് കഴിഞ്ഞാൽ ഇവർ കാണിക്കുന്നത് വളരെ കന്നന്തുരുവായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം SFIയുടെ കൊടിയുടെ താഴെ നിന്ന് കഴിഞ്ഞാൽ ആരും ഒന്നും ചെയ്യുകയില്ല എന്ന അഹങ്കാരം ചില ആളുകൾക്കെങ്കിലുമുണ്ട്, ചില ന്യൂസെൻസിനെങ്കിലും ഉണ്ട്, തോന്നിയിട്ടുണ്ട്. അത് ഇപ്പോഴല്ല, മുമ്പ് കാലത്തേ ഉണ്ട്. ജെനുവിനായിട്ടുള്ള പാർട്ടിയോട് കൂറു പുലർത്തുന്നവരോടും SFI എന്ന കൊടി, സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം സിന്ദാബാദ് വിളിച്ച് വരുന്ന ആളുകളുണ്ട്. ആ കൊടിത്തണലും കൊടിയും പിടിക്കുമ്പോൾ ആത്മാഭിമാനം തോന്നുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട്, വിദ്യാർത്ഥി നേതാക്കളുണ്ട്. അതുപോലെ പഠിക്കുക പോരാടുക എന്ന മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ട് വരുന്ന കുട്ടികളുണ്ട്. അവർ നന്നായി പഠിക്കുകയും ചെയ്യും, പോരാടുകയും ചെയ്യും. അങ്ങനെയുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുണ്ട്, വിദ്യാർത്ഥി നേതാക്കളുണ്ട്. അവരിൽ ചിലരെയെങ്കിലുമൊക്കെ നേരിട്ടറിയാം. അവർക്കൊപ്പം പ്രവർത്തിക്കുവാനുമൊക്കെ അവസരം കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ എന്നതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു. പക്ഷേ ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിലും അതിനു മുമ്പും ഇപ്പോഴുമൊക്കെ ഒരു കൂട്ടം ആളുകൾ SFI എന്ന പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് അവർ കാണിക്കുന്ന സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെല്ലാം ഈ കൊടി തണൽ പിടിക്കും, ഈ കൊടി മറയാകുമെന്ന ബോധത്തിൻ്റെ പേരിലാണ്. അവരെ അകറ്റി നിർത്താൻ SFI തുനിഞ്ഞില്ലെങ്കിൽ വീണ്ടും പേരുദോഷം കേട്ടുകൊണ്ടേയിരിക്കും എന്ന പച്ചയായ യാഥാർത്ഥ്യമാണ് ജി സുധാകരൻ പറഞ്ഞത്. അതിനകത്ത് ഒരു തർക്കവുമില്ല. ജി സുധാകരന് നമ്മൾ പൂർണ്ണ പിന്തുണ അങ്ങ് പ്രഖ്യാപിക്കുകയാണ്.